ഗുഡ് മോർണിംഗ്. ഞാൻ പ്രത്യേകിച്ച് ആശംസ നേരാനായിട്ടൊന്നുമില്ല. പക്ഷേ ഇന്ന് ഈ ഫംഗ്ഷന് ഈ സിനിമ നിർമ്മിക്കാനായിട്ട് ലിവൈസിന്റെ പുതിയ ഷർട്ട്, വെള്ള ഷർട്ട് ഇട്ട് വന്ന അബ്രഹാം ചേട്ടനും 10-15 ലക്ഷം രൂപയുടെ സ്വർണ്ണ ആഭരണം ഇട്ട് വന്ന ഷീലു അബ്രഹാം കൂടെ ചേർന്നാണ് ഇന്ന് ഈ സിനിമ ഇവിടെ നിർമ്മിക്കുന്നത്. എൻ്റെ ആദ്യ സിനിമയുടെ ഹീറോയായ റഹ്മാനിക ഈ സിനിമയിൽ അഭിനയിക്കുന്നു എന്ന് അറിയുന്നതിൽ വളരെയധികം സന്തോഷം ഉണ്ടായിരുന്നു. കാരണം ഇതിൻ്റെ ബിഗിനിങ്ങിൽ മുതൽ ഞാൻ ഇതിൻ്റെ ചർച്ചയിലുണ്ടായിരുന്നു. ഇന്നലെ കോസ്റ്റ്യൂം ഇട്ട് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഫോട്ടോ വരെ എനിക്ക് അയച്ചു കിട്ടിയിരുന്നു. എനിവേ വളരെയധികം ഹാപ്പി. പിന്നെ ഒമർ സംസാരിക്കുമ്പോൾ തന്നെ ഒത്തിരി ഫണ്ണുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് ഈ സിനിമയിൽ ഒമർ ഫണ്ണെന്നാണ് എഴുതിയേക്കുന്നത്. അപ്പോൾ സിനിമയിൽ കൂടുതൽ ഒമറിൻ്റെ ഫണ്ണുകൾ കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഒരു വിശ്വാസം. അപ്പോൾ സിനിമകൾ എല്ലാം സംഭവിച്ച് ഹിറ്റാവേണ്ടതാണ്. അപ്പം ഈ സിനിമയ്ക്ക് ഒരുപാട് വലിയ വിജയം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. പക്ഷേ എബ്രഹാം ചേട്ടൻ്റെ പൈസ ഒരുപാട് ഒരു MBA-കാരനോട് ആയതുകൊണ്ടിട്ട് പൈസ ഒത്തിരി കിട്ടിക്കഴിഞ്ഞാൽ അത് എങ്ങനെ സൂക്ഷിക്കണം, എങ്ങനെ ഡൈവേർട്ട് ചെയ്യണമെന്ന് അറിയാവുന്ന ഒരാളും കൂടെയാണ്. പക്ഷേ അതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാനും കൂടെ സഹായിക്കാം എന്നുകൂടെ പറഞ്ഞുകൊണ്ടിട്ട് നന്ദി, നമസ്കാരം, താങ്ക് യു. ചേട്ടൻ പ്ലീസ് ഒരു ആശംസ. എല്ലാവർക്കും നമസ്കാരം. ഇത് ഭയങ്കര നൊസ്റ്റാൾജിയുള്ള സ്ഥലമാണ്. കാരണം എൻ്റെ ജീവിതത്തിൽ ഒരു ഓസ്കാർ അവാർഡ് പോലത്തെ ലോകത്തുള്ള എല്ലാ മലയാളികളും ഇന്നും ഇഷ്ടപ്പെടുന്ന ഒരു സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് ജന്മം നൽകിയ സ്ഥലമാണ് ഈ വീട്, ഈ സ്ഥലം പഞ്ചാബി ഹൗസ് എന്ന് പറയുന്ന ചിത്രം. അതുകൊണ്ട് തന്നെ ഈ സിനിമയ്ക്ക് എന്നെ വിളിച്ചപ്പോൾ, എൻ്റെ പ്രൊഡ്യൂസറും ഡയറക്ടറും കൂടി എന്നെ വിളിച്ചപ്പോൾ ഇവിടെയാണ് ലൊക്കേഷൻ എന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷം തോന്നി. കാരണം ഒരു ഹിറ്റിൻ്റെ മണമുണ്ട് ഇതിന്. കഥ കേട്ടപ്പോഴും എനിക്ക് അത് വളരെ സത്യസന്ധമായിട്ട് തോന്നി. ഇത് നമ്മൾ സ്ഥിരം കേട്ടുകൊണ്ടിരിക്കുന്ന സിനിമയുടെ പഴയ പാറ്റേൺ, പല പാറ്റേൺ ഇതിൻ്റെ അകത്തുണ്ട്. പക്ഷേ ആ പാറ്റേൺ എല്ലാം പുതിയ രീതിയിൽ ക്രിയേറ്റ് ചെയ്തു. ആ വിധത്തിലാണ് എൻ്റെ റൈറ്ററും ഡയറക്ടറും കൂടി എന്നോട് പറഞ്ഞത്. പിന്നെ എൻ്റെ ക്യാരക്ടറും ഞാൻ ചെയ്യാത്തൊരു ക്യാരക്ടറാണ്. മാത്രമല്ല ഇതിലെ എല്ലാ ക്യാരക്ടറൈസേഷനും ഭയങ്കര പുതുമയുണ്ട്. കഥയുടെ കണ്ടന്റ് ഭയങ്കര പുതുമയുണ്ട്. അതിൻ്റെ സ്റ്റോറി തന്നെ ഭയങ്കര പുതുമയുണ്ട്. ഒരു നല്ല ഹിറ്റ് സിനിമ ഉണ്ടാക്കാനായിട്ട് ഒമറിനറിയാം. അതുപോലെ നിൽക്കുന്ന ഒരാളാണ് നമ്മുടെ പ്രൊഡ്യൂസറും. അതുകൊണ്ട് ഇതൊരു വൻ ഹിറ്റായിട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. താങ്ക് യു ചേട്ടാ. അപ്പൊ ഇനി ആശംസകൾ നേരാനായിട്ട് നമ്മളുടെ പ്രിയങ്കരനായ നടൻ ബാല. അതെ, പ്രത്യേകിച്ച് മീഡിയക്കാരോട് പറയേണ്ട ആവശ്യമില്ല. ബാല എവിടെയുണ്ടോ അവിടെ എല്ലാം മീഡിയ ഉണ്ടാവും. എല്ലാവർക്കും നമസ്കാരം. ഫസ്റ്റ് ഒമറിലല്ലോ എന്നെ വിളിച്ചത് ഈ പടത്തിൽ അഭിനയിക്കണം പറഞ്ഞ ക്യാരക്ടർ പറയുമ്പോൾ തന്നെ പുള്ളി ചിരിക്കുകയാണ്. ഒരു റൈറ്റർ എടുത്തുള്ള ഫോൺ പറയില്ല ഒരു കഥാപാത്രം എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഒരു ഡയറക്ടറും ശരി റൈറ്ററും ശരി റൂം എടുത്തിട്ട് എന്നെ വിളിച്ചിട്ട് ചിരിച്ചുകൊണ്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് കാരണം ഒരു ക്യാരക്ടറായിട്ട് ഒരു റിയൽ ലൈഫിൽ ദേ ആർ ലവിങ് മീ അല്ലേ. മനസ്സിൽ ഒരാളെ സ്നേഹിച്ചു പോയാൽ ഡയറക്ടറുടെ മനസ്സിൽ ഒരു സ്നേഹം ഉണ്ടായാൽ ആ കഥാപാത്രം എവിടെ എത്തും. സോ താങ്ക്സ് ഫോർ ബിലീവിങ് മീ. ഞാൻ വിചാരിച്ചു, ഇപ്പോൾ ആക്ച്വലി 1 വർഷമായി എൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട്. 1 വർഷം കഴിഞ്ഞ് ഈ പടത്തിൽ അഭിനയിക്കാൻ പറഞ്ഞു. എൻ്റെ പടത്തിൻ്റെ ഓൺ പ്രൊഡക്ഷൻ പൂജയായിരിക്കും ആദ്യം എന്ന് വിചാരിച്ചു. അടുത്ത മാസം തുടങ്ങും, ഇനി ഏതാണ്ട് ദിവസങ്ങൾ. പക്ഷെ അതിനു മുമ്പേ ഈ പടത്തിൻ്റെ പൂജയിൽ റഹ്മാനിക അഭിനയിക്കുന്ന, നമ്മുടെ സുഹൃത്തുക്കളെല്ലാവരും അഭിനയിക്കുന്ന ഈ പടത്തിൻ്റെ പൂജയിൽ ഞാൻ വന്നത്, ഫസ്റ്റ് ഇവിടെ എത്തിയത് ഇന്നും വളരെ സന്തോഷമാണ്. അപ്പം ഞാൻ ഇവിടെ വന്നു, സ്റ്റേജിൽ വന്നു, ആത്മാത്മായിട്ട് പ്രാർത്ഥിച്ചു, എല്ലാവർക്കും ബൈ പറഞ്ഞു, 2 വാക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞു, വൈറലാവെന്ന് പറഞ്ഞു. വേറെ ഒന്നുമില്ല, എനിക്ക് ലിസ്റ്റിനെ ഭയങ്കര ഇഷ്ടമാണ്. അവിടെ ജസ്റ്റ് ക്യാമറ നോക്കിയാൽ മതി, തിരിച്ച് നോക്കാം. അവിടെ ലിസ്റ്റൻ നിങ്ങളെ കുറിച്ചാണ് പറയുന്നത്. പുള്ളി വണ്ടി എടുത്താലേ എനിക്ക് പോകാൻ പറ്റില്ല. പുള്ളി എൻ്റെ വണ്ടിയെ ലോക്ക് ചെയ്തിരിക്കുക. ഞാനും ഒരു 1/2 മണിക്കൂറായിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും പടത്തിന്റെ പേര് പറഞ്ഞോ? യു ആർ എ ബാഡ് ബോയ്. ഓക്കെ, എല്ലാവർക്കും ഈ പടത്തിന്റെ വിജയത്തിൽ നമുക്ക് എല്ലാവർക്കും ആഘോഷിക്കാം, അടിച്ച് പൊളിക്കാം. താങ്ക് യു. വന്നിട്ടുണ്ട്
നമ്മളുടെ ചടങ്ങുകളൊക്കെ ഏതാണ്ട് പൂജാ ചടങ്ങുകളൊക്കെ കഴിഞ്ഞുവെങ്കിലും സാറ് നമ്മൾക്ക് ആശംസകൾ നൽകാനായിട്ട് എത്തിയിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് സാർ. ആൻഡ് പ്ലീസ്. എനിക്ക് താമസിച്ചു വന്നതിൽ ക്ഷമിക്കുക, ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു. ഇനി ഒമറിൻ്റെ ഈ സംരംഭത്തിന് എൻ്റെ വളരെ ഡിയറസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡ്യൂസറും അവരുടെ ഭാര്യയും കൂടി നിർമ്മിക്കുന്ന ഈ സിനിമ എല്ലാവിധ സക്സസ്സും വരട്ടെ. അത് ആവശ്യമാണ് ഞങ്ങൾക്ക്. എബ്രഹാം ചേട്ടൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് സിനിമയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് ഇറങ്ങുന്ന ഒരു മനുഷ്യനാണ്. അപ്പം അദ്ദേഹത്തിന് ഏറ്റവും വലിയൊരു സക്സസ് വരട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പൂജാകർമ്മങ്ങളിൽ ഞാനില്ലെങ്കിലും എൻ്റെ മനസ്സ് തീർച്ചയായിട്ടും എല്ലാ ദൈവാധീനവും ഉണ്ടായി എല്ലാ ഒരു സക്സസ് ആവട്ടെ. ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ സന്തോഷമായിട്ടൊരു ഒത്തുകൂടൽ ഇനിയും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ. സാറാണ് വരുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഏറ്റവും പ്രിയപ്പെട്ടവരാണ് ഈ സിനിമയുടെ മുന്നിലും പിന്നിലുമുള്ളത്. കാരണം പ്രൊഡ്യൂസ് ചെയ്യുന്നത് എബ്രഹാം ചേട്ടനും ഷിലു എബ്രഹാം ചേർന്നുമാണ്. ഡയറക്റ്റ് ചെയ്യുന്നത് ഒമറാണ്. ഒമറിൻ്റെ പൊതുവെ എല്ലാ സിനിമകളും ഫൺഫിൽഡ് ആയിരിക്കും. അപ്പോൾ ഈ സിനിമയും കുറച്ചധികം രസകരമായ കുറേ നല്ല മൊമെൻറ്റ്സ് ഉണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിനോടൊപ്പം എനിക്ക് ഉമറിനോട് പറയാനുള്ള ഒരൊറ്റ റിക്വസ്റ്റേ ഉള്ളൂ. ഉമർ ഏത് വിധേനയും ഈ സിനിമയിൽ ലിസ്റ്റൻ സ്റ്റീഫൻ അഭിനയിപ്പിക്കണം. കാരണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സാറ്റലൈറ്റ് റേറ്റുകളും തിയേറ്റർ റേറ്റുകളും ഓവർസീസും ഒക്കെ കുത്തനെ ഉയരാനുള്ള സാധ്യതയുണ്ട്. കാര്യം ലിസ്റ്റൻ സ്റ്റീഫൻ അഭിനയിച്ചു കഴിഞ്ഞാൽ അറിയാലോ, ഇപ്പോൾ സ്റ്റേജിൽ വന്നവൻ കാണാതെ പഠിച്ചിട്ടാണ് ഓരോ കാര്യങ്ങളൊന്ന് പറയുന്നതെങ്കിലും എല്ലാ റിഹേഴ്സലും കഴിഞ്ഞാണ് വന്ന് പറയുന്നതെങ്കിലും ഞാനിപ്പോൾ വന്ന സമയത്ത് റെയിൽവേ ട്രാക്ക് ഗേറ്റ് അടച്ച് കിടക്കുകയായിരുന്നു. ഞാൻ നോക്കിയപ്പം ലിസ്റ്റിൻ്റെ മിനി കൂപ്പർ കിടപ്പുണ്ട്. അപ്പോൾ അവൻ ആ ഗേറ്റ് അടച്ച് കിടക്കുന്ന സമയത്ത് റിഹേഴ്സൽ ചെയ്യുക എന്ത് പറയണമെന്നുള്ളത്. അങ്ങനെ പറഞ്ഞിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ലിസ്റ്റിനെ ഈ സിനിമയിൽ അഭിനയിപ്പിച്ചു കഴിഞ്ഞാൽ കുറേ നല്ല ഫൺ മൊമെന്റ്സ് നമുക്ക് കാണാൻ പറ്റും. എല്ലാ അർത്ഥത്തിലും ഈ സിനിമ ഒരു വൻ വിജയമായി തീരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ അയൽക്കാർ കൂടിയാണ്. അപ്പോൾ ഒരുപാട് കാശ് ഈ സിനിമയിൽ വന്ന് ഓവർഫ്ലോ ആയി ഒഴുകി കുറച്ച് എൻ്റെ വീട്ടിലേട്ടും കൂടെ വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവിധ ആശംസകളും. ഒരു പണം ഉണ്ടാവട്ടെ. താങ്ക് യു. അബാമിന്റെ തന്നെ മച്ചാന്റെ മാലാഖ എന്ന് പറയുന്ന സിനിമയുടെ സംവിധായകനായ ബോബൻ സാമുവൽ സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. സാർ പ്ലീസ്. നമസ്കാരം. ഈ പ്രൊഡക്ഷൻ്റെ തന്നെ മച്ചാൻ്റെ മാലാഖ പറഞ്ഞതുപോലെ അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷനൊക്കെ നടക്കുകയാണ്. ആ കൂട്ടത്തിൽ വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണ് ഈ സിനിമയുടെ പൂജയ്ക്ക് പങ്കെടുക്കാനും പിന്നെ ഇത് ഉമർ ലുലുവിൻ്റെ ഒരു അഡാർ സിനിമയായി മാറട്ടെ. എല്ലാവിധ ആശംസകളും എൻ്റെ പ്രൊഡ്യൂസേഴ്സിനും എല്ലാവർക്കും നന്ദി. ഇനി വരുന്നത് നമ്മുടെ ടിനി ചേട്ടൻ, ടിനി ടോം. ഷീലു എബ്രഹാം പ്രസൻസ്. ഷീലു എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് സിനിമയിൽ എത്തുന്നത് എന്നിലൂടെയാണ്. ആ ഒരു സത്യം ഞാൻ പറയുകയാണ്. കാരണം മംഗ്ലീഷ് എന്ന് പറയുന്ന സിനിമയിൽ എൻ്റെ വൈഫായിരുന്നു, മമ്മൂക്കയുടെ പടമായിരുന്നു. അന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല പ്രൊഡ്യൂസർ ആവുന്നു. പക്ഷെ നന്നായിട്ട് ഞാൻ നിന്നതുകൊണ്ട് ഇപ്പോഴും അബാമിൽ ഞാനുണ്ട്. ഷീ ടാക്സി എന്ന് പറയുന്ന അബാമിൻ്റെ സിനിമയിലുണ്ടായിരുന്നു. സംവിധായകൻ കൂടി തീരുമാനിച്ചാലേ ആ ഒരു സിനിമയിൽ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ഒമറിനോട് ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ്. കാരണം ഞാൻ അദ്ദേഹത്തിൻ്റെ ഫാൻ എന്ന് പറഞ്ഞാൽ ഇൻ്റർവ്യൂവിലെ ഫാനാണ്. കൃത്യമായിട്ട് ഒരു കലാകാരൻ വേണ്ട സമയത്ത് പ്രതികരിക്കണമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാത്തമായ ഉദാഹരണമാണ്. കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂസ് ഞാൻ ഫോളോ ചെയ്യാറുണ്ട്. എന്തായാലും നമ്മൾ ആകൃഷ്ടരാകുമ്പോൾ നമ്മളിലേക്ക് ആകൃഷ്ടരാകും എന്ന് പറയുന്ന പോലെ എന്നെ വിളിച്ചു. സന്തോഷം, താങ്ക് യു. അതുപോലെ ലിസ്റ്റിന് അമ്മയിലൊരു മെമ്പർഷിപ്പ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. 2 സിനിമയും കൂടി കഴിഞ്ഞാൽ മെമ്പർഷിപ്പ് ഉണ്ടാവും. പക്ഷെ ഇന്നിവിടെ ഞാൻ ഏറ്റവും സന്തോഷിക്കുന്നത് റഹ്മാൻ സാറിൻ്റെ സാന്നിധ്യമാണ്. കാരണം ഞാൻ കാണാൻ കൊതിച്ചിട്ടുള്ള കാരണം ഞാൻ ഷൂട്ടിംഗ് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇടിച്ച് നിന്നിട്ടുണ്ട് റഹ്മാൻ സാർ എൻ്റെ വീടിൻ്റെ അടുത്ത്. അദ്ദേഹത്തിനോടൊപ്പം ഒരു തമിഴ് സിനിമയിൽ അഭിനയിക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് പക്ഷേ ഇറങ്ങിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഓപ്പോസിറ്റ് ക്യാരക്ടർ തന്നെയാണ്. പക്ഷേ നമ്മൾ ഇതും ആഗ്രഹം തന്നെയാണ്. ദൈവം സാധിച്ചു തന്നു. അദ്ദേഹത്തിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ് എനിക്ക് ക്യാരക്ടർ കിട്ടിയിരിക്കുന്നത്. ഓപ്പോസിറ്റ് ഞാൻ കുറേ ഷൂട്ടിംഗ് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിന് ഞാൻ ദൈവത്തിനോട് നന്ദി പറയുകയാണ്. ബാലപോയ എൻ്റെ ഐശ്വര്യമാണ് ബാല എന്ന് പറയുന്നത്. മരിച്ച വീട്ടിൽ പോലും കോട്ടിട്ടിട്ട് പോകുന്നൊരു മനുഷ്യൻ. ഇത്രയും ചൂടുള്ളപ്പോൾ ആരെങ്കിലും വിചാരിക്കും അങ്ങനെ. അതാണ് ബി ഡിഫറെൻ്റ് എന്നുള്ളതാണ്. ഇത്രയും കൂട്ടത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നത് അദ്ദേഹം തന്നെയാണ്. എബ്രഹാം സാറ്
എനിക്ക് ഇതിനു മുമ്പുള്ള പടത്തിൽ നല്ല കാശ് തന്നിട്ടുണ്ട്, ഇതിലും തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ താങ്ക് യു വെരി മച്ച്. ഇതൊരു ഹിറ്റടിക്കേണ്ട ആവശ്യം എൻ്റെയും കൂടിയാണ്. ഇവിടെ ഇതിൽ അഭിനയിക്കുന്ന ഓരോരുത്തരുടെ ആവശ്യമാണ്. ആ പ്രാർത്ഥന തീർച്ചയായിട്ടും കേൾക്കും. നമ്മളെയൊക്കെ പടത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ വേളാങ്കണ്ണി മാതാവിന് വിളക്ക് എത്തിക്കുന്നതായിരിക്കും, തിരികെ എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ ഗോഡ് ബ്ലെസ്, ഓൾ ദി ബെസ്റ്റ്, താങ്ക് യു. എൻ്റെ എല്ലാവിധ ആശംസകളും. ഉമർ ലുലു അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുകയാണ്. ഞാൻ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു ഡയറക്ടറാണ്. അദ്ദേഹം എന്നെ വിളിച്ചപ്പോൾ ഒത്തിരി സന്തോഷമായി. അപ്പോൾ ക്യാരക്ടർ പറഞ്ഞപ്പോൾ നല്ലൊരു ക്യാരക്ടർ, ഈ ക്യാരക്ടർ തന്നതിന് ബ്രദർ സാറിനും ഉമർ ലുലുവിനും എല്ലാവർക്കും ഒത്തിരി സന്തോഷം. ഈ പടം സൂപ്പർ ഡൂപ്പർ ഹിറ്റാവട്ടെ. ഒരു സിനിമയുടെ വിജയമാണ് അത് അഭിനയിക്കുന്ന ഏതൊരു നടൻ്റെയും വളർച്ച. അതിലൂടെ എനിക്കും ഇനിയും കുറച്ചുകൂടെ വളരാൻ ഉള്ള ഒരു അനുഗ്രഹം ദൈവം തരാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഒരുപാട് സ്നേഹം. ലിസ്റ്റ് ചേട്ടൻ വന്ന പിന്നെ നമ്മളൊക്കെ ഔട്ടായി. അതാണ് ഫസ്റ്റ്. വളരെ സന്തോഷം. എനിക്ക് തോന്നുന്നു അല്ലല്ലേ, ഇതാണ് ഇല്ല, ഞാൻ നിങ്ങളോട് പറയാം. വളരെ സന്തോഷമുണ്ട്. 2 കാര്യത്തിനാണ്. ഒന്ന്, എനിക്ക് തോന്നുന്നു ബോംബേത് കഴിഞ്ഞിട്ട് എന്നെ വിളിച്ച് ഒരു നടനെന്ന രീതിയിൽ അഭിനന്ദിച്ച ആദ്യത്തെ വ്യക്തിയുള്ള ഒരാളാണ് ഒമറേട്ടൻ. അദ്ദേഹം ഈ പടത്തിൽ എന്നെ വിളിച്ച് വളരെ സന്തോഷം. രണ്ടാമത്, എനിക്ക് തോന്നുന്നു ഈ പ്രൊഡക്ഷനിൽ ഇതിനു മുമ്പ് ഒരു തവണ അഡ്വാൻസ് വാങ്ങിയതാണ്, അത് അഭിനയിക്കാൻ പറ്റിയില്ല. വീണ്ടും എന്നെ വിളിച്ചു, അതിനും വളരെ സന്തോഷം. ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് ഞങ്ങൾ പണിയെടുക്കുന്നതായിരിക്കും, അതുമാത്രം പറയാം. പിന്നെ ഏറ്റവും വലിയ സന്തോഷം, ഇവിടെ പലരും പറഞ്ഞു, അത് ഞാൻ നേരിട്ട് പറഞ്ഞോളാം റഹ്മാൻ ചേട്ടനോട്. താങ്ക് യു. നമസ്കാരം. അബാം പിക്ചേഴ്സ് ആക്ച്വലി എൻ്റെ 2ാമത്തെ സിനിമയെ സോളോ തന്ന സിനിമയാണ്. എനിക്ക് വളരെ ഗംഭീര റോള് തന്ന ഒരു സിനിമയാണ്. അപ്പോൾ അച്ചായനായിട്ട് എനിക്ക് അത്രയും നല്ലൊരു ബന്ധമുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ സിനിമയിൽ നമുക്ക് ഒന്നിക്കാൻ പറ്റി, എനിക്ക് ഒരുപാട് സന്തോഷം. പിന്നെ ചെറുപ്പകാലം തുടങ്ങിയിട്ട് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് റഹ്മാനിക്കയുടെ കൂടെ. റഹ്മാനിക്കനെ കണ്ടിട്ടാണ് നമ്മളൊക്കെ മറന്നത്. അപ്പം ഞാൻ അബ്രഹാമിൻ്റെ സന്തതികൾ കഴിഞ്ഞപ്പോൾ റഹ്മാനിക്കയുടെ അടുത്ത് ഞാൻ ഒരുപാട് ഇഷ്ടമാണ്. എനിക്ക് മമ്മൂക്കയുടെ അനിയനായിട്ട് റഹ്മാനിക്കനെ ചെറുപ്പം തുടങ്ങിയിട്ട് കണ്ടപ്പോൾ ഞാൻ അബ്രഹാമിൻ്റെ സന്തതിയിൽ അഭിനയിച്ചപ്പോൾ മമ്മൂക്കയുടെ അനിയനായിട്ട് അഭിനയിച്ചു. അപ്പോൾ എൻ്റെ ഒരു ചേട്ടനായിട്ടാണ് ഞാൻ എപ്പോഴും റഹ്മാനിക്കനെ കണ്ടേക്കുന്നത്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് റഹ്മാനിക്കയുടെ അടുത്ത് എനിക്ക് ചേട്ടനെ പോലെയാണ്, ചേട്ടൻ തുല്യമാണെന്നൊക്കെ. അപ്പോൾ ഇക്കയുടെ കൂടെ തന്നെ ഇപ്രാവശ്യം അഭിനയിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ബൈ യൂണിവേഴ്സ്, ഇറ്റ്സ് ഓൾ ഹാപ്പനിങ്. താങ്ക് യു. പിന്നെ ടിനുപേപ്പനുണ്ട്. ടിനുപേപ്പൻ്റെ കൂടെ അഭിനയിക്കാൻ പറ്റിയിട്ടില്ല. അല്ല, നമ്മുടെ ആദ്യത്തെ പടം KQ കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോഴാണ് അഭിനയിക്കാൻ പറ്റുന്നത്. പിന്നെ ബിബിനുണ്ട്, സെന്തിലുണ്ട്. അപ്പോൾ ഇവരൊക്കെ ആയിട്ട് നമ്മളെല്ലാവരും അടിപൊളിയായിട്ട് ഒമറക്കയുടെ ഫണ്ണായിട്ട് നമുക്കിങ്ങനെ പോകുന്നു. ശരി ചേച്ചി, ഉഷാറല്ലേ? സെറ്റ്. താങ്ക് യു. നമസ്കാരം. ഒരുപാട് സന്തോഷം. അബാം മൂവീസിൻ്റെ 3ാമത്തെ പടത്തിലാണ് എന്നെ ഭാഗമാക്കുന്നത്. അതിന് എന്നെ ഇതിലേക്ക് ക്ഷണിച്ച എബ്രഹാം സാറിനോടും ഉമറേട്ടനോടും ഇതിൻ്റെ മുഴുവൻ പിന്നണി പ്രവർത്തകർക്കും എൻ്റെ നന്ദി അറിയിക്കുകയാണ്. എന്തായാലും ഒരു തട്ടുപൊളിപ്പൻ കിടിലം പടമായിരിക്കും ഇത്. ബിബിന് പറഞ്ഞ പോലെ ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പണിയെടുക്കും. പിന്നെ അതിൻ്റെ റിസൾട്ട് നമുക്ക് തിയേറ്ററിൽ ഇറങ്ങിയിട്ട് നിങ്ങൾ തരും എന്ന് നമുക്കറിയാം. എന്തായാലും എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. നമസ്കാരം എല്ലാവർക്കും. ഇവിടെ വന്ന എല്ലാവരോടും ഹൃദയത്തിൽ നിന്നുള്ളൊരു നന്ദി പറയുന്നു. പിന്നെ ഈ അബാ മൂവീസിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് എന്താ പറയുക, ഇവിടെ ബാക്കി എല്ലാവരും കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ എല്ലാവരും വീട്ടിലിരുത്തിയ ചെയ്യുക. ഇത് നമ്മുടെ ഹീറോയിനാണ് ഷീലു. അപ്പോൾ ഇനിയും ഷീലുവിനെയും അബാമിനെയൊക്കെ ആയിട്ട് പടങ്ങൾ ചെയ്യാൻ പറ്റട്ടെ. പിന്നെ ഞാനും റഹ്മാൻ സാറും ആദ്യമായിട്ടാണ് ചെയ്യണത്. അപ്പോൾ റഹ്മാൻ സാർ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യണത്. അപ്പോൾ റഹ്മാൻ സാറിന് ചെറിയ ടെൻഷനുണ്ട്. ഞാനാണെങ്കിൽ ആക്ഷൻ പടങ്ങൾ ചെയ്തിട്ടില്ല, കോമഡി പടങ്ങൾ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ ചെറിയ ആക്ഷനും പരിപാടിയൊക്കെ ഉണ്ട്. ഇപ്പം എല്ലാം നല്ല രീതിയിൽ വരുമെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ വന്ന എല്ലാവരോടും താങ്ക് യു. വെയിലത്ത് അധികം നേരെ ആരും ഇരുത്തുന്നില്ല. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് കാര്യങ്ങൾ കാണാതെ പഠിച്ചു വന്നാണ്. പക്ഷെ അതെല്ലാം ലിസ്റ്റിനൂടെ പറഞ്ഞുകൊണ്ട് കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല. ഈ സിനിമയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു.
എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഷൂട്ടുള്ള ദിവസമാണ്. ഷൂട്ട് തുടങ്ങാൻ സമയമായിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഏറെ പ്രിയപ്പെട്ടവരുടെ സിനിമയാണ്. എനിക്ക് ഏറെ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടുന്ന ഷീലു മാഡം, എബ്രഹാം സാർ, പിന്നെ ചെറുപ്പം മുതലേ തന്നെ ഒരുപാട് ആരാധിക്കുന്ന റഹ്മാനിക്ക നായകനാകുന്ന സിനിമ. ഈ സിനിമ ഒരു വൻ വിജയമാകട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. പിന്നെ ഒമർ എനിക്കേറെ പ്രിയപ്പെട്ട ഒരാളാണ്. ഒമറിൻ്റെ സിനിമ നല്ലൊരു എൻ്റർടൈനർ ആയിരിക്കും. നല്ലൊരു വിജയമാകട്ടെ. സിനിമയ്ക്ക് നല്ല കാലമാണ്. എല്ലാം നന്നായി വരട്ടെ. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഇത് അബാ മൂവീസിൻ്റെ 15ാമത്തെ ചിത്രമാണ്. ഒരുപാട് സന്തോഷമുണ്ട്. 15 നല്ല നമ്പറാണെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ഞാൻ അഭിനയിക്കുന്ന 21ാമത്തെ ചിത്രമാണ്. അത് 21-ാം തീയതി തന്നെ സ്റ്റാർട്ട് ചെയ്യുവാണ്. അതിലേറെ സന്തോഷം, ഇതിൽ ഞാൻ ഏറെ ആരാധിച്ചിരുന്ന റഹ്മാൻ സർ ഇതിൻ്റെ ഹീറോ ആയിട്ട് വന്നു. അതുപോലെ തന്നെ ഒരുപാട് മലയാളത്തിൽ നിന്നുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഇന്ന് വന്നിട്ടുള്ളതല്ലാതെ തന്നെ ഇനിയും ഒരുപാട് പേരെ നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ പ്രതീക്ഷിക്കാം. നല്ലൊരു ചിത്രമായിരിക്കും. പിന്നെ എന്താണ്, ഇവിടെ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്ന, ഞങ്ങൾ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ അബാ മൂവീസിൻ്റെ കുടുംബത്തിൽ നിന്നും നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. താങ്ക് യു.